ഈ 3 കമ്പനികൾ കൂടെ ലോകത്തെ മൊത്തം പറ്റിച്ചു. 1920 ഇലക്ട്രിസിറ്റിക്ക് എല്ലായിടത്തും വന്നു തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ബൾബ് കമ്പനികൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ ബൾബിൻ്റെ സെയിൽ കൂടുന്നില്ല, പകരം സ്ലോ ആയിട്ട് കുറയും. ഇവർ കാര്യം അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇവരുടെ ബൾബിൻ്റെ ക്വാളിറ്റി കാരണമാണ്. ആ സമയത്ത് ബൾബുകൾ 2500 മണിക്കൂർ വരെ പ്രവർത്തിച്ചിരുന്നു. ഒരു ബൾബിന് കൂടുതൽ നാൾ ലൈഫ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് റിപ്പീറ്റ് പർച്ചേസ് കുറയും. അവർക്ക് പുതിയ ബൾബ് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അന്നത്തെ പ്രമുഖരായിട്ടുള്ള 3 ബൾബ് കമ്പനികൾ ഫിലിപ്സ്, ഒസ്റാം, ജനറൽ ഇലക്ട്രിക് എന്നിവരൊരു യോഗം ചേർന്നു. യോഗം ചേർന്നിട്ട് അവർ തീരുമാനിച്ചു 2500 മണിക്കൂറുള്ള ബൾബിൻ്റെ ലൈഫ് 1000 ആയിട്ട് കുറയ്ക്കാം. അതായത് 60% ബൾബിൻ്റെ ലൈഫ് കുറയ്ക്കാം. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ 3 കമ്പനികളിൽ ഏതെങ്കിലും ബൾബ് കമ്പനി 1000 മണിക്കൂറിൽ കൂടുതൽ ലൈഫുള്ള ബൾബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വന്നു. അതിനുവേണ്ടി അവർക്ക് ടെസ്റ്റിംഗ് ഫെസിലിറ്റി വരെ ഉണ്ടായിരുന്നു. കസ്റ്റമറിന്റെ ട്രസ്റ്റിനെ സെയിലിന് ബലി കൊടുത്ത ഈ യോഗത്തിന്റെ പേര് ഫീബസ് കാർട്ടൽ എന്നാണ്. ഇവർ യൂസ് ചെയ്ത ഈ സ്ട്രാറ്റജി പ്ലാൻഡ് ഒബ്സൊലൻസ്, അതായത് കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനഃപൂർവ്വം കുറച്ച് വെക്കുന്ന സ്ട്രാറ്റജി. 1939 ആയപ്പോഴേക്കും ഫീബസ് കാർട്ടൽ പൊളിഞ്ഞുപോയി. പക്ഷേ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പല കാർട്ടലുകളും നമ്മുടെ ഇടയിലുണ്ട്. ഏതൊക്കെ മേഖലയിലാണ് ഇതുപോലെ കാർട്ടലുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? I would like to know in comments.